ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഞാൻ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുന്നില്ല എന്ന് 1-2 പരാതി വന്നായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാമല്ലോ. അപ്പോൾ നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ ഡേ 2 ആണ് കേട്ടോ. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ സി കുട്ടനാടിൻ്റെ ആലപ്പുഴയിൽ നിന്ന് കൈനഗിരിയിലേക്ക് ഒരു യാത്രയാണ്. അപ്പോൾ രാവിലെ 10:30 ഒരു ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. ആ സർവീസിൽ എനിക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിന് പകരം മംഗലശ്ശേരി പോയി അവിടെ അത്രയും ഒന്ന് കണ്ടിട്ട് വന്നു. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ സി കുട്ടനാട് യാത്രയിലാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ട്രിപ്പ് രാവിലെ 10:30 കേട്ടോ യാത്ര തുടങ്ങുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു ട്രിപ്പ്, വൈകുന്നേരം ഒരു ട്രിപ്പ്. അപ്പോൾ നമുക്കിനി നമ്മുടെ സി കുട്ടനാടിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഓൾ കേരള ട്രിപ്പാണ്. കണ്ടിന്യൂ നമ്മൾ വീഡിയോ ചെയ്ത് പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് സി കുട്ടനാടിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ബോട്ട് വന്നിട്ടുണ്ട് കേട്ടോ, സി കുട്ടനാട്. ബോട്ട് ഇപ്പോൾ ഒതുക്കുന്നതാണ്. നമ്മൾ രാവിലെ വന്നതാണ്, പക്ഷേ രാവിലെ നമുക്ക് പോകാൻ പറ്റിയില്ല. നമ്മൾ വന്നപ്പോഴത്തേക്കും ഈ ഒരു ബോട്ട് പോയിരുന്നു. പിന്നെ നമ്മളിവിടെ നിന്ന് മംഗലശ്ശേരിയൊക്കെ പോയി ഒന്ന് അടിച്ച് കറങ്ങിയിട്ടാണ് കേട്ടോ അടുത്ത് ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ആ കിടക്കുന്ന ബോട്ടിൽ നമ്മൾ എത്തിയതേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഈ ബോട്ടും അതിനോടൊപ്പം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിലാണ് നമ്മൾ അടുത്ത യാത്ര. ആലപ്പുഴ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് കേട്ടോ ഇപ്പോഴത്തെ പുതിയ ബോട്ട് ജെട്ടി. പക്ഷേ പഴയ ബോട്ട് ജെട്ടിയിൽ നിന്ന് ബോട്ട് എടുക്കുന്ന സമയത്ത് തന്നെയാണ് ഇവിടെ നിന്ന് ബോട്ട് എടുക്കുന്നത്. നമ്മൾ ബൈക്കൊക്കെ അവിടെയാണ് കേട്ടോ പാർക്ക് ചെയ്തത്. അപ്പോൾ വന്നപ്പോൾ ഒന്നിനും സമയമില്ലായിരുന്നു. സംസ്ഥാന ജലഗതാഗത വകുപ്പ് സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസാണ് കേട്ടോ ആലപ്പുഴ. ഈ ഒരു ബോട്ട് ഇവിടെ തിരിച്ചിടാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ ഇച്ചിരി നീളം കൂടിയ ബോട്ടാണെന്നാണ് തോന്നുന്നത്. പിന്നെ മുകളിൽ അപ്പർ ഡക്കർ ഉണ്ടോ, നമ്മൾ അപ്പർ ഡക്കറിലാണ് പോകാൻ പോകുന്നത്. അപ്പോൾ 60 രൂപയുടെ നേരത്തെ ടിക്കറ്റ്. ഇപ്പോൾ എത്ര രൂപയാണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല, എന്തായാലും നമുക്ക് നോക്കണം. അങ്ങനെ നമ്മുടെ ആലപ്പുഴ നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് ഓൾറെഡി കഴിഞ്ഞു, പോയിട്ട് വന്നതാണ്. നമുക്ക് പോകേണ്ട ബോട്ട് കണ്ടോ, അങ്ങ് ഫ്രണ്ടിൽ പോയിട്ട് തിരിച്ച് റിവേഴ്സ് വരുവാണ്. തിരിക്കാൻ വേണ്ടിയുള്ള വരവാണ് കേട്ടോ ഈ ഒരു വരവ്. ഈ ബോട്ടൊക്കെ തിരിക്കാൻ ഇച്ചിരി പാടാണ്. ഇവിടെ ടൂറിസ്റ്റ് ബോട്ട് സർവീസിൻ്റെ, ഷിക്കാര ഇതിൻ്റെയൊക്കെ സർവീസിൻ്റെ ഏജൻസികളുണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ വന്ന് പറഞ്ഞാലും അവിടെ നമുക്ക് ഏജൻസി ആയിട്ട് പോകും. പിന്നെ ഇവിടെ കുറച്ച് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സെൻറ്റ് മേരി സിറിയൻ മലങ്കര കാത്തലിക് ചർച്ച് ഫ്രണ്ടിൽ. ഒരു ചാനലുണ്ട്, വീടിട്ട് വേണ്ടോ. അപ്പോൾ നമ്മളൊരു ട്രിപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് വന്ന ഉച്ചത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്. കുലുക്കിയൊക്കെ ഉണ്ടായിരുന്നല്ലേ. മുളക് കുറച്ച് മതി, ശരിക്കും ഒന്നറിയില്ലേ. ഞാൻ എരിവ് താല്പര്യപ്പെടാത്ത ഒരാളാണ്. മതി ഞാൻ ഇവിടെ പോക്കൊക്കെ കഴിപ്പുണ്ട് കാരണം വാങ്ങിച്ച് വെടി വയ്ക്കാനാണ്. ടിഷ്യൂ. അപ്പോൾ നമ്മുടെ ബോട്ട് ജെട്ടിയുടെ അടുത്ത് തന്നെയാണ്. ഇനി ഇപ്പോൾ ഏകദേശം 1:32 ഉണ്ട് കേട്ടോ. അപ്പോൾ 1:45 ഈ ഒരു ബോട്ട് ഇവിടെ നിന്ന് പോകുന്നത്. 1:45 പോയി കഴിഞ്ഞാൽ തിരിച്ച് ഏകദേശം ഒരു 4:30 തിരിച്ചെത്തുമ്പോൾ. അപ്പോൾ ആലപ്പുഴയിലെ കാഴ്ചകളൊന്ന് കാണാം. അപ്പോൾ നേരത്തെ ഒരു 7up കുടിച്ചു, ഇനി ഒരു സോഡ സർബത്ത്. ഇതാണ് ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചയ്ക്കുള്ള ഫുഡ് ഇന്ന് ഇതാണ്. ഇതിലങ്ങ് തീർക്കാം. ലോ ബഡ്ജറ്റ് ഐസ് ഇട്ടല്ലേ പണിയായിട്ട്. ശരിയാപ്പോഴേ. അപ്പോൾ ഉച്ചക്കുള്ള ഫുഡ് കഴിപ്പ് കഴിഞ്ഞു, കയറാമല്ലോ. അപ്പോൾ നമ്മളാണ് കേട്ടോ ഫസ്റ്റ് ബോട്ടിൽ കയറിയത്. ഇനിയാണ് ബാക്കിയുള്ളവർക്ക് വരാം. അപ്പോൾ പോയിട്ട് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിക്കണം. അതിനുവേണ്ടിയാണ് ആദ്യമേ ഓടിക്കയറി. അപ്പോൾ എല്ലാവരും ഏകദേശം കുറേ ആൾക്കാരുണ്ട്, എന്നാലും എല്ലാവരും താഴെയായിരിക്കും കേട്ടോ സീറ്റ് പിടിക്കുന്നത്. നമുക്ക് മാത്രം മുകളിൽ പിടിക്കാം, കാരണം മുകളിലിരുന്ന് കൊണ്ട് കാഴ്ച കാണാനാണ് ഒരു ഗും. അതെ, നമ്മുടെ ആലപ്പുഴയുടെ സി കുട്ടനാട്. പക്ഷേ സീറ്റൊന്നും വലിയൊരു സെറ്റപ്പൊന്നും അല്ല കേട്ടോ. കാഴ്ചകൾ കാണാം, ഇരുന്ന് പോവാം, നല്ല വൈബായിരിക്കും.
അത്രമാത്രമേ ഉള്ളൂ ഈ അപ്പർ ഡെക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഉണ്ടോ, നമുക്ക് ഷിക്കാരയൊക്കെ അടുത്ത് കാണാം. ഉണ്ടോ, നമ്മുടെ ഷിക്കാരകളൊക്കെ കിടക്കുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു ലെവലിൽ ഒരു ഹൗസ് ബോട്ട് വന്നാലും നമ്മുടെ ടോപ്പ് ലെവലിൽ നമുക്ക് കണ്ട് പോകാൻ പറ്റും. താഴത്തെ ഡക്കിൽ നോർമൽ പാസഞ്ചേഴ്സാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഏകദേശം ഫില്ലാവാറായി കാണാം കേട്ടോ. കുറേ ആൾക്കാർ മുകളിലും കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യാത്ര ഇവരുടെ ഈ ഒരു കുട്ടനാട് തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 2-3 വർഷമായി കാണും. പക്ഷേ എന്നിട്ടും അതിന് ഇത്രയും ഒരു പ്രാധാന്യം ആൾക്കാർ ഈ ഒരു സമയത്തുള്ളതിനും കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു യാത്ര അത്രമാത്രം ഒരു ഭംഗിയുള്ളതും നമ്മൾ ഈ ഒരു സിംഗിൾ സോളോ റൈഡൊക്കെ വരുമ്പോഴേ ഏകദേശം ഈ 1000 ഒന്നും എടുക്കാതെ നമുക്ക് 60 രൂപയ്ക്ക് കുട്ടനാടിൻ്റെ കാഴ്ചയെ കണ്ടുവരാൻ പറ്റിയ ഒരു ബോട്ട് സർവീസാണ് കേട്ടോ. ഈ ഒരു യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമായിട്ടത് വേസ്റ്റ് ബോക്സ്. നമ്മളെ ഇസി കുട്ടനാട് പാക്കേജിൽ വരുന്നവരിരുന്ന് കഴിക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റല്ല ഇപ്പോൾ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കായലിലേക്ക് വലിച്ചെറിയൊന്നുമില്ല, ഇവരിതിനെ സംസ്കരിക്കുമായിരിക്കണം. അപ്പോൾ നേരത്തെ വന്നതുകൊണ്ട് ഇവിടെ ബോട്ടിനകത്ത് ഇരുന്നൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാം. നമുക്കിങ്ങനെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കാം. ഒരു കൊച്ചു കുട്ടിയെ ഇരുന്ന് നോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നോട്ട്. ഓക്കെ, അപ്പോൾ ഇനി ബോട്ടിന് 1:42 1:45 എടുക്കും. ആടാവും ഏതോ ഒരു ചേട്ടൻ വീട്ടിൽ നിന്ന് ചൂതിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഏകദേശം ഒരു 5 മിനിറ്റ് മാക്സിമം അതിനകത്ത് വെച്ച് ഈ ഒരു നമ്മുടെ ബോട്ട് യാത്ര തുടങ്ങും. 1.5 മണിക്കൂറാണ് നമ്മൾ കായൽ പരപ്പിലൂടെ കായലിൻ്റെ ഭംഗി ആസ്വദിച്ചൊരു യാത്ര. പിന്നെ വോയിസ് നല്ല കുറവായിരിക്കും കേട്ടോ, കാരണം ആളുകൾ നിൽക്കുമ്പോഴേ സംസാരിക്കാൻ ചെറിയൊരു മടി എന്താണെന്നറിയില്ല. എന്തായാലും നമ്മൾ ഓൾ കേരള ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ രണ്ടും ആലപ്പുഴയിലെ വീഡിയോ തന്നെയാണ് കേട്ടോ ചെയ്തത്. കുമരകത്ത് പോകാൻ പറ്റിയിട്ടില്ല. ഇനി സി കുട്ടനാട് കറങ്ങണം. ഇനി നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഷിക്കാര 2 പേർക്ക് മാത്രം പോകാൻ പറ്റിയ ഷിക്കാരകളാണ് കേട്ടോ. 2 പേർക്ക് അങ്ങനെ ബെഡ് പോലെ കിടന്ന് നമുക്ക് പോകാം. അങ്ങനെ നമ്മുടെ ബോട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ. കറക്റ്റ് 1:50 നമ്മുടെ ബോട്ട് ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വരുന്ന ബോട്ട് കണ്ടോ, അത് സെറ്റാണ്. മുകളിലാണ് ഡ്രൈവർ ഇരിക്കുന്നത്. ഷിക്കാരകളൊക്കെ കിടക്കുന്നത് കാണാൻ തന്നെ രസമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ യാത്ര വേമ്പനാട്ട് കായലിലൂടെ ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എല്ലാം മോട്ടോർ ബോട്ട് മൃഗാശുപത്രി, അടിപൊളി മൃഗാശുപത്രി. ഇങ്ങനെ ബോട്ടിൽ സഞ്ചരിക്കുന്ന മൃഗാശുപത്രി. ഇവിടെ ഇഷ്ടം പോലെ നമ്മുടെ ബോട്ട് സർവീസ് ഉണ്ടല്ലോ. ഷിക്കാരയുണ്ട്, ഹൗസ് ബോട്ടുണ്ട്, പിന്നെ ജലഗതാഗത വകുപ്പിൻ്റെ വാഹനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുപാട് ഇങ്ങനെ വേമ്പനാട്ട് കായലിലൂടെ വരുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതും നല്ലൊരു മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന മുകളിലാണ് കേട്ടോ. വെള്ളം തെറിച്ച് പോകുന്നത് കണ്ടോ, ഒരു മഴവില്ലായിട്ട് വരുന്നത് കേട്ടോ. അത് സെറ്റല്ലേ? സത്യം, അത് സെറ്റാണ്. എന്തായാലും ഈ ഒരു കാഴ്ച വളരെ മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ. മഴവില്ല് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നു. നമുക്കൊന്ന് ബാക്കിലോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ. ബാക്കിൽ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ടിക്കറ്റ് എടുക്കാൻ കണ്ടക്ടർ വന്നു. വാവ്, അടിപൊളി. ബാക്കിലിങ്ങനെ വെള്ളം ഓളം തള്ളി പോകുന്നു. ഇവിടെ മൊത്തം ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുണ്ട് കേട്ടോ. ഇത്രയും ഹൗസ് ബോട്ടൊക്കെ എൻ്റെ പൊന്നെ ആലപ്പുഴയല്ല, ബാക്കിയുള്ള സ്ഥലങ്ങളിലും കൂടെ ഇതൊക്കെ വരണം. വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടൂറിസമൊക്കെ സെറ്റ് ആകത്തുള്ളൂ. ഒൻ്റെ അമ്മ എന്നാ കാറ്റ്, അടിപൊളി, നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു ഭാഗത്തു നിന്നാണ് വന്നത്. അങ്ങനെ നമ്മുടെ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 60 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. 60 രൂപയ്ക്കാണ് ഈ ഒരു ഉയർത്ത് യാത്ര കണ്ടോ. നമ്മളെപ്പോലെ ഈ സിംഗിളായിട്ടൊക്കെ വരുന്നവർക്ക് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വരുന്നത്, പക്ഷേ ഇതിൽ കൂടുതൽ ഫാമിലീസൊക്കെ ഉണ്ട് കേട്ടോ. ഫാമിലി ആയിട്ടാണ് ഇവരെല്ലാവരും ഈ ഒരു യാത്ര എൻജോയ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സീറ്റൊക്കെ ഒന്ന് നല്ലൊരു സീറ്റ് ആക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഏകദേശം ഞാൻ ഒരു 2 വർഷം മുന്നേ വന്നപ്പോഴും ഈ സീറ്റുകൾ തന്നെയായിരുന്നു. അപ്പോൾ സീറ്റൊന്ന് മാറിയിരുന്നെങ്കിൽ ഇത്തിരി കൂടിയൊരു യാത്ര കംഫർട്ടബിൾ ആവുമായിരുന്നു. ഇപ്പോൾ തന്നെ അവിടെ തന്നെ ഒരു 3, 6, 7, ഞാനും കൂടെ കൂട്ടി 8 പേരുണ്ട്. അപ്പോൾ താഴെ ഈ ഒരു യാത്രയ്ക്ക് വെറും 20-22 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. അപ്പോൾ 22 രൂപയ്ക്ക് പകരം താഴെ കയറുന്ന ആൾ മുകളിൽ കയറി. അപ്പോൾ ആ ഒരു സീറ്റിൻ്റെ ഒരു കപ്പാസിറ്റി സെറ്റാക്കായിരുന്നു. കുഴപ്പമില്ല, അടുത്താക്കുമായിരിക്കും. നമ്മൾ പോകുന്നതിൻ്റെ അടുത്തൂടെ ഒരു ഹൗസ് ബോട്ട് പോകുന്നത് കേട്ടോ. ഹൗസ് ബോട്ടിൻ്റെ ഉയരത്തിലിരിക്കുന്ന അതേ കണക്കിനാണ് കേട്ടോ നമ്മൾ ഇരിക്കുന്നത്. കണ്ടോ,
ഹൗസ് ബോട്ടിൻ്റെ രണ്ടാമത്തെ നിലയുള്ള ഹൗസ് ബോട്ടാണെങ്കിൽ ആ ഹൗസ് ബോട്ടിൻ്റെ ആ ഒരു ലെവലിനേക്കാളും പൊക്കത്തിലാണ് നമ്മൾ കണ്ടോ. ടോപ്പ് എൻഡിലിരിക്കുന്ന അതേ ലെവലിലാണ് നമ്മളും ഇപ്പോൾ ഇരിക്കുന്നത് ഈ ഒരു ഹൗസ് ബോട്ടിൻ്റെ അടുത്ത് കണ്ടോ. അപ്പോൾ ആ ഒരു കണക്കിന് 1000-ഉം 60-ഉം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ അടിച്ചു പൊളിക്കാനാണെങ്കിൽ ഇതുപോലത്തെ ഒരു ബോട്ടൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു ബോട്ടെടുത്ത് വരുന്നതാണ് ഏറ്റവും നല്ലത്. അതിനകത്ത് തന്നെ ഫുഡും ഉണ്ടായി കഴിച്ച് അവരുടെ പാക്കേജ് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കണ്ടോ അടിപൊളി ഒരു പാലം പണി നടക്കുന്നുണ്ടോ. ഈ പാലം പണി കഴിഞ്ഞ് വരുമ്പോൾ ഒരു രക്ഷയില്ലാത്തൊരു വൈബായിരിക്കും. ഒരു രക്ഷയില്ലാത്തൊരു വൈബായിരിക്കും കേട്ടോ ഈ ഒരു പാലം. വേണമെങ്കിൽ ഹൗസ് ബോട്ടുകളെ കണ്ടുകൊണ്ട് നമ്മൾ ഹൗസ് ബോട്ടിനേക്കാൾ മുകളിലിരുന്നുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നതെന്ന് പറയാം. ഒരേ ഒരു ബംഗാളി ബ്രോ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നു, ആ പുള്ളിക്കാരന് മീൻ പിടിക്കുന്നു. നമ്മളെ നാട്ടിൽ ഇതുപോലെ ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ മീനും ഇല്ല, ഒന്നുമില്ല അവസ്ഥ ഗൈസ്. ഇതേ പോകുന്ന അടുത്ത ഹൗസ് ബോട്ടുകളുടെ ബഹളം. പിന്നെ ഇവിടെ കംപ്ലൈൻ്റ് കിടക്കുന്ന ഒരുപാട് വള്ളങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഈ ഒരു യാത്രയിൽ. ഇതെല്ലാം ഹോം സ്റ്റേകളാണ്. നല്ല ബഡ്ജറ്റാവും. നമ്മൾ 200, 250, 300-നൊക്കെ താമസിക്കും പോലെയൊന്നും ഇവിടെ നമുക്ക് താമസിക്കാൻ പറ്റില്ല. അത് മറ്റൊരു സത്യസന്ധമായൊരു കാര്യമാണ് ഗൈസ്, സത്യസന്ധമായ കാര്യമാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ യാത്രാ വള്ളങ്ങൾ പോകുന്നുണ്ട്, ഷിക്കാര പോകുന്നുണ്ട്. ഇതേ ഒരു ഷിക്കാര പോകുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ടൊരു യാത്രാ വള്ളം, ഇവിടുത്തെ സഞ്ചാരികൾക്കായിട്ട് ഉള്ളൊരു യാത്രാ വള്ളമുണ്ട്, അത് പോകുന്നുണ്ട്. അത് ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ആയിരിക്കണം കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് തിരിയുന്നു. ലെഫ്റ്റിലേക്ക് നല്ല ദൂരം കിടപ്പുണ്ട് കേട്ടോ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നെഹ്റു ട്രോഫി കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഓരോ ബ്ലോക്കുകളാണ്. C ബ്ലോക്ക്, D ബ്ലോക്ക്, R ബ്ലോക്ക്, അങ്ങനെ കുറേ ബ്ലോക്കുകളുണ്ട് കേട്ടോ. വെള്ളമൊക്കെ പെയിൻ്റ് അടിച്ച് കമത്തി വെച്ചിരിക്കുന്നതാണ്ടോ. അത് ആ വീട്ടുകാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയും ഫിഷിങ്ങിന് വേണ്ടിയൊക്കെ ആയിരിക്കും കേട്ടോ. മീൻ പിടിക്കാനൊക്കെ പോയി രാത്രി പോയി വലയൊക്കെ കെട്ടി മീൻ പിടിക്കാൻ വേണ്ടിയൊക്കെ ഉള്ള വള്ളങ്ങളാണ് ഇതെല്ലാം. അടിപൊളി. ഇവിടെ ഒരു ഷിക്കാര അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നതാണ്ടോ, ആൾട്രേഷൻ ചെയ്ത് സെറ്റല്ലേ. ഫുള്ളൊരു മഞ്ഞ കളറും ആ കായലിൽ ആ മഞ്ഞ കളർ റിഫ്ലക്റ്റ് ചെയ്യുന്നതും. അങ്ങ് ദൂരെയായിട്ട് നെൽപ്പാടങ്ങൾ കാണുന്നുണ്ടോ. ഈ അപ്പർ ഡക്കിലിരിക്കുന്നതിനേക്കാളും കാഴ്ച നമുക്ക് ലോവർ ഡക്കിലിരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഈ കണ്ണത്തെ ദൂരത്തോളം നെൽപ്പാടാണ് കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ ഇവിടെ ചൂണ്ടയിടുന്നു, മീൻ പിടിക്കുന്നു. നമ്മളാണെങ്കിൽ നേരത്തെ ഈ ഒരു കുറേ ദൂരം വന്നതാണ്. ആ പേരും മറന്നുപോയല്ല. മംഗലശ്ശേരി വരെ പോയതാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വിഷ്വൽസ് നമ്മൾ കാണിക്കാം. മംഗലശ്ശേരി വരെയുള്ള യാത്ര നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി ഒന്ന് കയറി കാണണം കേട്ടോ. കാവുങ്കൽ ശ്രീ ഭഗവതി ക്ഷേത്രം. ഈ കുട്ടനാട്ടിൽ ഇതുപോലെ ഓരോ ക്ഷേത്രങ്ങളൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അത് പെയിൻ്റ് അടിച്ച് നല്ല രീതിക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട്. ഇതവിടുത്തെ പൂജാരിയാവാനാണ് ചാൻസ് കേട്ടോ. വീണ്ടും നമ്മൾ വലിയ ഏതോ ഒരു കായലിലേക്ക് പോകണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് അങ്ങ് പരന്ന് കിടക്കുവാണ്. ഇതേ ഇടത്തോട്ട് വലിയ ബോട്ട് പോകുന്നു, വലത്തോട്ട് നമ്മുടെ ബോട്ട് പോകുന്നു. ഇതുവഴി തന്നെയാണോ ഞാൻ നേരത്തെ പോയത്? എന്തോ എല്ലാം കാഴ്ചയൊക്കെ ഇങ്ങനെ മങ്ങിയിരിക്കുന്നത്. അടിപൊളി. എന്തോ ഒരു ജീവി നമ്മളടുത്തൂടെ പറന്നു പോകുന്നു. പ്രാവല്ല, പരുന്തുമല്ല. ഇതേ വരുന്നു. അതെന്തോണെന്തോ. നമ്മളെ ഗോപ്രോയിലായതുകൊണ്ട് സൂമിങ്ങും ഇല്ല കേട്ടോ. അതാണ്ട് അടുത്ത് വരുന്നുണ്ട്. ഇതേ പോകുന്നു. പോയി മാവിലും മാങ്ങയൊക്കെ അതേ ഇഷ്ടം പോലെ കാഴ്ച കിടക്കുവാണ്. ഇറങ്ങിയിരുന്നതിൽ പറിക്കാൻ ഈ വെള്ളത്തിനകത്ത് പുല്ലൊക്കെ പറിച്ചുകൊണ്ട് വെച്ചിരിക്കുക. പുല്ല് പറിച്ചിട്ട് വള്ളത്തിൽ കൊണ്ടുവരുന്നൊരു കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ. ഞാൻ നേരത്തെ ഈ മിത്ര സേവാ കേന്ദ്രം, അക്ഷയ സെൻറ്റർ എന്നൊക്കെ പറയാം. നിയർ പുഞ്ചിരി ജെട്ടി കണ്ടോ. കൊയ്തിട്ട നെൽപ്പാടമൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഇപ്പുറത്തിന് കൊയ്യാനുള്ള നെൽപ്പാടവും നമുക്ക് കാണാൻ പറ്റും. പുഞ്ചിരി ബോട്ട് ജെട്ടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ. പവർഫുൾ ബോട്ട് ക്ലബ് PBC തയ്യാറായിക്കോ. നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് എഴുതിയൊരു വാചകമാണ് കേട്ടോ അത്. PBCയുടെ പവർഫുൾ ബോട്ട് ക്ലബ്. അതായത് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന വേമ്പനാട്ട് കായലാണ് കേട്ടോ ഇത്.
രാജ ഇക്കയുടെ ചായക്കട, രാജ ടീ സ്റ്റാൾ, ബറോട്ട ഇറച്ചി, കന്നിട്ട ജെട്ടി. അടിപൊളി. കന്നിട്ട ബോട്ട് കിട്ടി. നമ്മൾ നേരത്തെ വന്നത് ഈ റൂട്ടല്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. അത് വേറെ റൂട്ടായിരുന്നു, സത്യമാണ്. അത് വേറെ റൂട്ട്, ഇത് വേറെ റൂട്ട്. ഈ ട്രിപ്പ് കിട്ടാത്തതുകൊണ്ടാണ് ആ ഒരു ട്രിപ്പ് വെറുതെ ഒന്നെടുത്തത്. സീ കുട്ടനാടിൻ്റെ യാത്ര വീണ്ടും ഒരു ചെറിയൊരു കായലിലോട്ട് തിരികെയാണ് കേട്ടോ. ഇവിടെ മൊത്തം ഹൗസ് ബോട്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു യാത്ര തുടങ്ങിയിട്ട് 3/4 മണിക്കൂറിനകത്തായിട്ടുണ്ട്. ഡി പ്രോജക്റ്റോ എന്തോ ആണ്. ഇവിടെ മറ്റേ നമ്മുടെ വള്ളം കളിക്കുള്ള ആ രീതിക്കുള്ള വള്ളങ്ങളൊക്കെ കിടപ്പുണ്ട്. തോട്ടുകടവ് ബോട്ട് കിട്ടി. ഈ മാങ്ങ കയ്യെത്തും ദൂരത്ത് പറിച്ചാല. ഇനിയുള്ള യാത്ര സെറ്റായിരിക്കും എന്നാണ് തോന്നണം. നമ്മൾ പോകുന്നതിൻ്റെ വലത് സൈഡ് കണ്ടോ, നെല്ല് വിളഞ്ഞ് കിടക്കുവാണ്. ഈ സ്വർണ്ണ കളറിൽ കിടക്കുന്ന എല്ലാം നെല്ലാണ്. നമ്മളൊരു ഹൗസ് ബോട്ടിന് ഓവർടേക്ക് ചെയ്യാൻ പോവുകയാണ്. ചെറിയ തെങ്ങുകളൊക്കെ നട്ടു വച്ചിട്ടുണ്ട്. ഈ തെങ്ങുകളൊക്കെ വളർന്നു വരുമ്പോൾ അതൊരു വൈബായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഹൗസ് ബോട്ടിനെ ഓവർടേക്ക് ചെയ്തു. ചേട്ടാ സൈഡ് ഒതുങ്ങിത്താ, ചേട്ടാ സൈഡ് ഒതുങ്ങിത്താ. രമണനും പിള്ളേരും പോട്ടെ. ഇവിടെ വലത് സൈഡ് മൊത്തം നമ്മുടെ സ്വർണം തോറ്റു പോകും, നെല്ല് വിളഞ്ഞു കിടക്കുന്നത്. ഇവിടെ ഇറങ്ങിയിരുന്നെങ്കിൽ നെല്ലിൻ്റെ കാഴ്ചകളൊക്കെ കാണാതെ. പക്ഷേ നെല്ലിൻ്റെ കാഴ്ച കാണാൻ ഇറങ്ങിയാൽ പിന്നെ എനിക്ക് ബോട്ടും കിട്ടൂല, ഒന്നും കിട്ടൂല. തിരിച്ച് ഞാൻ നടക്കേണ്ടി വരും ഈ വെള്ളത്തിനകത്തൂടെ. നീലക്കുറിഞ്ഞ് പോലെ ഒരു നീല പൂ നിൽക്കുന്നുണ്ടോ? നീലക്കുറിഞ്ഞല്ല കേട്ടോ, ഇത് വേറെ എന്തോ ഒരു ചെടിയാണ്. ഇവിടെ ഇഷ്ടംപോലെ കരിമീനുണ്ട്. ചൂണ്ടയിട്ട് നേരത്തെ കരിമീൻ പിടിക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ ചങ്ക് പൊടിഞ്ഞു പോയി. എന്തായാലും കുഴപ്പമില്ല, നമ്മളും വരും ഇനി. ഇപ്പോഴാണ് നമ്മൾ ബൈക്കൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ ഇനി ആ ഒരു ബൈക്കും കൊണ്ട് നമുക്ക് ഇവിടെ വന്ന് മീനൊക്കെ പിടിച്ചിട്ട് വീട്ടിൽ പോകാം കേട്ടോ. ഇവിടുത്തെ നെല്ലെല്ലാം വിളവെടുപ്പ് കഴിഞ്ഞതാണ്. ഇനി അടുത്ത് ഇപ്പുറത്തുള്ള നെൽപ്പാടമുണ്ട്, അവിടെ വിളവെടുപ്പിനായിട്ടില്ല. എന്തോ മോട്ടോർ തറതി നെല്ലൊക്കെ അരിഞ്ഞു കൂട്ടിയിരിക്കുവാണ്. തൊഴിലിരിപ്പ് ഗൈസ്, തൊഴിലിരിപ്പ്. ചല്ലി കൊണ്ടുപോകുന്നുണ്ടോ ബോട്ടിൽ? അടിപൊളി ജങ്കാറാണ് കേട്ടോ, അടിപൊളി. ഈ ജങ്കാറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ബൈക്കിനെ കൂടെ ഇതിനകത്ത് കൊണ്ടുവരായിരുന്നു. ഇവിടുത്തെ ഹോം സ്റ്റേയിൽ ചെടികൾ നട്ടു വളർത്തി വെച്ചിരുന്നുണ്ടോ. ആ കാഴ്ച ഒരു വൈബുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഇവിടെ എന്തോന്നു മാമ്പഴ കൃഷി ചെയ്യുന്നത്. ഇവിടെ മൊത്തം മാങ്ങ മാത്രമേ ഉള്ളൂ മാവുകളിൽ. ഈ ബോട്ട് അവർ അല്പോടെ അടുപ്പിച്ച് തന്നിരുന്നെങ്കിൽ നമുക്ക് 5 മാങ്ങ അടക്കമായിരുന്നു. ചെറിയ കായൽ, വലിയ കായൽ, ചെറിയ കായൽ. ഇത് തന്നെയാണ് കേട്ടോ ഈ ഒരു സീ കുട്ടനാടിൻ്റെ യാത്ര മനോഹരമാക്കുന്നത്. നമ്മുടെ പാസഞ്ചർ ബോട്ട് വരുന്നുണ്ടോ? എൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് പാസഞ്ചർ ബോട്ടിനെ കാണുമ്പോൾ എന്തോ പോലെ. നേരത്തെ നമ്മൾ ഇതേപോലത്തെ ബോട്ടിലാണ് കേട്ടോ നേരത്തെ യാത്ര പോയത്. ആലപ്പുഴ വേനക്കാട്, പെണ്ണിട്ടക്കാട്. ജങ്കാറ് കിടക്കുന്നുണ്ടോ? ജങ്കാറ് കണ്ടോ? വാഹനം അപ്പുറവും ഇപ്പുറവും എടുത്ത് കയറ്റാൻ വേണ്ടി. ചേട്ടാ ഇത് ഏതേട്ടാ സ്ഥലം? കൈനഗിരി. ഓക്കെ. അയ്യോ എൻ്റെ ശബ്ദം പോയി. കൈനഗിരി. അപ്പോൾ ഇനി അവിടെ നിന്ന് കൈനഗിരിക്ക് പിടിച്ചാലേ. കൈനഗിരി വന്നിരുന്നെങ്കിൽ ബോട്ടിൽ ജങ്കാറിൽ ഇപ്പുറത്ത് വരാമായിരുന്നു. എന്തായാലും നോക്കട്ടെ, എന്തായാലും കൈനഗിരി പോക്ക് നടക്കൂല. ഈ വീട്ടിലൊക്കെ നേരത്തെ ആൾതാമസമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആളുകളെല്ലാം ഇവിടെ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. കുടുംബശ്രീയിൽ ആൻറ്റിമാർ, ഇവരിത് രണ്ടാമത്തെ ടീംസാണല്ലോ ഇരിക്കുന്നത് കേട്ടോ. ഈ വീട്ടിലാളുണ്ട്, നേരത്തെ കണ്ട വീട്ടിലൊന്നും ആളില്ല.
പള്ളാത്തുരുത്തി പാലം കഴിഞ്ഞിരിക്കുകയാണ്. പള്ളാത്തുരുത്തി പാലം. UBC കൈനഗിരി നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഇപ്രാവശ്യം സെക്കൻഡ് അടിച്ച ടീമാണ്. സെക്കൻഡ് അടിച്ച ടീമാണ്. ഫസ്റ്റ് PBC പള്ളാത്തുരുത്തി. ഈ പാലങ്ങളിലെല്ലാം നമ്മുടെ വള്ളംകളിയുടെ ആ ഒരു സപ്പോർട്ടീവ് പേരുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെയെല്ലാം UBC കൈനഗിരി. ആറ്റുവാർത്തല കൈനഗിരി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കൈനഗിരി പാലമാണ്. അപ്പോൾ നമ്മൾ ഈ കവർ ചെയ്യുന്നത് നമുക്ക് കറക്റ്റ് സ്ഥലങ്ങളൊന്നും ഈ വള്ളത്തിൽ കൂടെ പോകണതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മുടെ മൈബോ സിനിമ, അടുത്ത് പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും, അങ്ങനെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ് കേട്ടോ. നമ്മുടെ വേമ്പനാട്ട് കായലിൻ്റെ തീരത്തുള്ള കുട്ടനാടും കൈനഗിരിയും ഇതുപോലത്തെ കുറേ പാലങ്ങൾ ആ ഒരു സിനിമകളിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ മൈബോസ്, അങ്ങനെ കുറേ പടങ്ങൾ ദിലീപിൻ്റെ ഭാഗ്യ സ്ഥലങ്ങളാണ്. കുഞ്ചാക്ക ബോബൻചേട്ടൻ്റെയും ഭാഗ്യ സ്ഥലങ്ങളാണ് ഈ കുട്ടനാടിൻ്റെ ഒരു പശ്ചാത്തലമാക്കി ഇറങ്ങിയ സിനിമകളെല്ലാം. സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ കൈനഗിരി. അത് കൈനഗിരി ബ്ലോക്കിൽ കൂടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ തന്നെ C ബ്ലോക്ക്, D ബ്ലോക്ക്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ എന്താണെന്ന് അവർക്ക് തന്നെ അറിയാം, എനിക്കെന്തായാലും അറിയില്ല. കാഴ്ചകൾ കാണുക, വീട്ടിൽ പോവുക, അതൊക്കെ തന്നെയാണ് പ്ലാനിങ്. നമ്മുടെ കൈനഗിരി എന്ന് പറയുന്ന ഒരു കുഞ്ഞു തുരുത്താണ് കേട്ടോ. അടിപൊളി ഒരു തുരുത്താണ്. ഇവിടെ പേ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ശ്രീ ഭഗവതി ക്ഷേത്രം കൈനഗിരി ഒരു പഴയ രീതിക്കുള്ളൊരു അമ്പലമാണ് കേട്ടോ. പൊളിഞ്ഞൊക്കെ വീണിരിക്കുന്നു ഓടൊക്കെ, പക്ഷേ എന്നാലും പുതുക്കി പണിതിട്ടില്ല. എന്നാലും ആ ഒരു പഴയൊരു തനിമയൊക്കെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഈ കൈനഗിരിയിൽ ഇതെല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇവിടെ ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡ് ഇവിടെ അവസാനിക്കുന്നു. ദ റോഡ് എൻഡ്സ് ഹിയർ. ഇതും യാത്രക്കാരെ കയറ്റിക്കൊണ്ടുപോകുന്ന വള്ളങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ വന്ന കൈനഗിരി ആലപ്പുഴയുടെ ബോട്ട് കിടപ്പുണ്ട്.